സമയം രാത്രിയാണ്. നല്ല ഇടിയും മഴയുള്ള ഒരു ദിവസം. ഒരു ആംബുലൻസ് ഇപ്പം ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ആ ആംബുലൻസിലായിട്ട് ഒരു പ്രഗ്നന്റ് ലേഡി ഉണ്ട്. വളരെ അർജന്റ് ആയിട്ടാണ് അവളിപ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ലേഡിയും കൊണ്ട് ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് പോയി. ഈ സമയം അവിടെ ഒരു നേഴ്സ് നിൽക്കുന്നുണ്ട്. അയാൾ നോക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള മിന്നലെടുക്കാണ്. ഒരു ചെറിയ ടെൻഷനോടെ കുറച്ച് സമയം അയാൾ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയെന്നു. ഇതേ സമയം ആ ലേഡിയുടെ ഹസ്ബൻഡാണെങ്കിൽ അവിടുത്തെ ഒരു കോറിഡോറിൽ ഇരിക്കുകയാണ്. ഇയാളുടെ പേര് ഗ്രെഗ് എന്നാണ്. ഈ സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. ഡോക്ടർ ഇപ്പം കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറയാണ്. അതായത് ആ ലേഡി മരിച്ചുപോയി. അവർക്കൊരു കുട്ടി ജനിച്ചു, ആൺകുട്ടിയാണ്. പക്ഷെ ആ കുഞ്ഞിന് ഒരു ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ട്. അതായത് കുഞ്ഞിന്റെ ശരീരത്തിൽ പിഗ്മെന്റേഷൻ ഇല്ല. മനുഷ്യ ശരീരത്തിന് കളർ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണിത്. പിഗ്മെന്റേഷൻ ഇല്ലാത്തതുകൊണ്ട് കുട്ടി ഇങ്ങനെ വിളറി വെളുത്തിരിക്കും. മാത്രമല്ല കുഞ്ഞിന്റെ കണ്ണ് വളരെ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ലൈറ്റ് അടിക്കുന്നൊക്കെ കുട്ടിക്ക് പ്രശ്നമാണ്. ഇങ്ങനെ ഈ പിഗ്മെന്റേഷൻ ഇല്ലാത്ത കണ്ടീഷനെ പറയുന്നത് ആൽബിനിസം എന്നാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ അയാളുടെ അടുത്ത് പറയുന്നത്. അതിനുശേഷം ഡോക്ടർ അയാളെയും വിളിച്ചിട്ട് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അയാൾ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിനെ കാണുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് വരുന്നത്. അയാൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. ഇതെന്റെ കുഞ്ഞല്ല, എനിക്കിതിനെ വേണ്ടാന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അയാൾ അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞിങ്ങനെ വല്ലാണ്ട് കരയാൻ തുടങ്ങി. ഈ സമയം വേറെ കുറച്ച് ഡോക്ടേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അവരിപ്പം കുഞ്ഞിന്റെ ബ്രെയിനിന്റെ റീഡിംഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നോർമൽ ആയിരുന്നു, എന്നാൽ ഇപ്പൊ കുഞ്ഞ് വല്ലാണ്ട് കരയുമ്പോൾ അതിന്റെ ബ്രെയിൻ വേവ്സിന് ഒരു അബ്നോർമാലിറ്റി കാണിക്കുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. സിറ്റിയിൽ നിന്ന് കുറെ മാറി ഒരു വീട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ വീടിന് ചുറ്റുമായിട്ട് ഇപ്പൊ പോലീസുകാരും പത്രക്കാരൊക്കെ കൂടിയിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന നല്ല പ്രായമുള്ള ഒരാൾ മരിച്ചു. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ്. പക്ഷെ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ്. ഇന്ന് രാവിലെ അയൽക്കാർ പറഞ്ഞിട്ടാണ് പോലീസുകാർ ഈ കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ പോലീസുകാരും ടീം അങ്ങോട്ട് എത്തി. ഇപ്പൊ ഒരു ലേഡിയും കൂടെ അങ്ങോട്ട് വന്നു. ഈ സംഭവം അന്വേഷിക്കുന്ന പോലീസുകാരന്റെ പേര് ഡഗ് എന്നാണ്. അയാളെ വിളിച്ചിട്ടാണ് ഈ ലേഡി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവളുടെ പേര് ജെസ്സി എന്നാണ്. ഇവളൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണ്. അവളെ കൊണ്ടൊരു പ്രത്യേക ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഇപ്പൊ അർജന്റായിട്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ അയാൾ ജെസ്സിയും കൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറി. അതിലെ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആള് മരിച്ച കാര്യമൊക്കെ അയാൾ ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ഇവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ച വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ ഒരു കൊച്ചുമോൻ അവിടെ ഉണ്ട്. അയൽക്കാർ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു പയ്യൻ അവിടെ താമസിക്കുന്നുണ്ട് എന്ന കാര്യം പോലീസുകാർ പറഞ്ഞത്. പക്ഷെ പോലീസുകാർ ഇതുവരെയായിട്ട് അവനെ കണ്ടിട്ടില്ല. കാരണം അവൻ ആ വീടിന്റെ ബേസ്മെന്റിലാണ് ഇരിക്കുന്നത്. മാത്രമല്ല അയൽക്കാർ പോലീസുകാരോട് പറഞ്ഞിരിക്കുന്നത് അവന് മെന്റലി എന്തോ പ്രശ്നമുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയ ജെസ്സി ഇപ്പോൾ അയാൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്, ആ കുട്ടിയോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡഗും ജെസ്സിയും കൂടെ ആ ബേസ്മെന്റിലേക്കുള്ള വാതിലും തുറന്നിട്ട് നേരെ താഴേക്ക് പോവാണ്. ഈ സമയം ആ പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ പയ്യനാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ കുട്ടി. അവന്റെ പേര് ജെറേമി എന്നാണ്. എന്നാൽ അവനെ വിളിക്കുന്നത് പൗഡർ എന്നും. അവന്റെ അച്ഛൻ അവനെ വേണ്ടാന്ന് വെച്ചതുകൊണ്ട് അവന്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുമാണ് അവൻ ഇത്രയും കാലം നോക്കിയത്. ഈ വീട്ടിൽ തന്നെയാണ് അവന്റെ താമസം. അവന് സ്കൂളിലൊന്നും പോയിട്ടില്ല. ഈ ലോകത്തെക്കുറിച്ച് അവൻ എന്തെങ്കിലും അറിയുമെങ്കിൽ അതൊക്കെ അവന്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. പിന്നെ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ പുസ്തകങ്ങളും അവൻ വായിക്കും. അവന്റെ ഗ്രാൻഡ് മദർ നേരത്തെ മരിച്ചായിരുന്നു. ഇപ്പൊ ഗ്രാൻഡ് ഫാദറും മരിച്ചു. അതുകൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്കാണ്. അങ്ങനെ ജെസ്സി ചെന്നിട്ട് അവനെ വിളിച്ചു. ഈ സമയം അവൻ ആ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവന്റെ ആ രൂപം കാണുമ്പോൾ അവർ രണ്ടുപേരും ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അവന്റെ ശരീരം മൊത്തത്തില് ഇങ്ങനെ വിളറി വെളുത്തിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ശരീരത്തിൽ എവിടെയും രോമങ്ങളും ഇല്ല. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൗഡറിന്റെ ബ്രെയിൻ വളരെ ശക്തമായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ചാർജാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ ശരീരത്തിൽ എവിടെയും രോമങ്ങളില്ലാത്തത്. നേരത്തെ പറഞ്ഞല്ലോ അവന്റെ കണ്ണ് ലൈറ്റിന് വളരെ സെൻസിറ്റീവ് ആണെന്ന്. അതുകൊണ്ട് അങ്ങനെ അവന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, സൂര്യപ്രകാശം ഉള്ളത് കാരണം. ഇനിയിപ്പോൾ ഇറങ്ങണമെങ്കിൽ പോലും സൺഗ്ലാസ് വെക്കേണ്ടി വരും. ഇനിയിപ്പോൾ സൺഗ്ലാസ് വെച്ചാലും അത് ഒരു പരിധി വരെ അവന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യത്തുള്ളൂ. ഇതൊക്കെ കൊണ്ടാണ് അവൻ ഈ റൂമിന്റെ അകത്ത് തന്നെ ഇരിക്കുന്നത്. അവന്റെ കണ്ണിന് ഒരു പിങ്ക് കളറാണ്. അവരെ കാണുമ്പോൾ അവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ ഗ്രാൻഡ് ഫാദറിന് ഒന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം താഴേക്ക് വീഴായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ സഹായിക്കാൻ ശ്രമിച്ചു, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. അതേക്കുമ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായ മോനെ, ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെ നീ ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണോ? നിനക്ക് വിശക്കുന്നില്ലേ? ഓഫീസർ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവന് കഴിക്കാൻ വേണ്ടി ഫുഡ് എന്തെങ്കിലും വാങ്ങിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ജെസ്സി ഡഗിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഡഗ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ജെസ്സി ഇപ്പൊ പൗഡറിന്റെ അടുത്ത് ചോദിക്കുന്നത്, ഗ്രാൻഡ് ഫാദർ മരിച്ച വിവരം നീ അറിഞ്ഞെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നീ പോലീസിനെ വിളിച്ചില്ല എന്നാണ്. അതേക്കുമ്പോൾ എന്റെ ഗ്രാൻഡ് ഫാദർ ഒരിക്കലും എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഗ്രാൻഡ് മദറിനെ പോലെ അദ്ദേഹം ഒരു ദിവസം മരിച്ചു പോകുമെന്ന്. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരും. അവരെങ്ങാനും എന്നെ കാണുകയാണെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും എന്നാണ് എന്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞത്. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ ആരെയും ഈ കാര്യം അറിയിക്കാതിരുന്നത് എന്നാണ് പൗഡർ പറയുന്നത്. അവനത് പറയുമ്പം അവന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. വല്ലാത്തൊരു പേടിയും സങ്കടവും അവന്റെ മുഖത്ത് പ്രകടമാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഈ സമയം ജെസ്സി ആണെങ്കിൽ ആ റൂം മൊത്തം ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ നോക്കുമ്പോൾ കുറച്ച് പുസ്തകങ്ങൾ അവിടെ അടുക്കി വെച്ച് കാണുന്നുണ്ട്. ഇതൊക്കെ നീ വായിച്ചാണോ എന്ന് ചോദിച്ചിട്ട് അവൾ അതിൽ നിന്നൊരു ബുക്ക് എടുത്തു. അത് കാണുമ്പം നിങ്ങൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പേജ് നമ്പർ പറയും എന്നാണ് അവൻ പറയുന്നത്. ഈ സമയം അവരാണെങ്കിൽ ഒരു പേജ് നമ്പർ പറയുകയും ചെയ്തു. 212 പേജ് നമ്പറാണ് അവരിപ്പോൾ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവൻ ആ പേജിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പറയാണ്.
അത് കേൾക്കുമ്പോൾ അവർക്ക് ശരിക്കും അത്ഭുതമായി. അപ്പൊ നീ ഇത് മൊത്തം കാണാപ്പാഠം പഠിച്ചിരിക്കുകയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതെ മാം, ആ ബുക്ക് മാത്രമല്ല, ഇവിടെയുള്ള മുഴുവൻ പുസ്തകങ്ങളിലുള്ള കാര്യം എനിക്കറിയാം എന്നാണ് അവൻ പറയുന്നത്. ഈ സമയം ജെസ്സി നോക്കുമ്പോൾ ആ റൂമിലായിട്ട് വേറെയും കുറെ പുസ്തകങ്ങളുണ്ട്. അത് മൊത്തം അവൻ കാണാപ്പാഠം പഠിച്ചിരിക്കുകയാണ്. അതിൽ നിന്നും അവനൊരു ജീനിയസ് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ജെസ്സി അവനെയും കൊണ്ട് വീടിന്റെ വെളിയിലേക്ക് വന്നു. ഈ സമയം പുറത്തായിട്ട് ഡഗ് നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവൻ വെളിയിലേക്ക് വരുമ്പോൾ ആ വീടിന്റെ മുറ്റത്തായിട്ട് വേറെയും കുറെ ആൾക്കാരുണ്ട്. അത് കാണുമ്പോൾ അവൻ അവിടെ നിന്ന് നിന്നു. ഈ സമയം ജെസ്സി അവനോട് പറയുന്നത്, നീ എന്താ പേടിച്ചു പോയോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്നാണ് അവള് പറയുന്നത്. അതേക്ക് അവൻ പറയുന്നത്, ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല, എന്നെ കണ്ടിട്ട് നിങ്ങളാണ് പേടിച്ചിരിക്കുന്നത് എന്നാണ് അവൻ പറയുന്നത്. അവനത് പറയുമ്പോൾ ജെസ്സി ഒന്നും മിണ്ടുന്നില്ല. കാരണം അവൻ പറഞ്ഞത് സത്യമാണ്. അവന്റെ കാര്യത്തിൽ അവർക്ക് ചെറിയൊരു പേടിയുണ്ട്. എങ്കിലും ഒന്നും പറയാതെ ജെസ്സിയും ഡെഗും അവനെയും കൂട്ടി പുറത്തേക്ക് പോവാണ്. അങ്ങനെ അവർ നടന്ന് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാറുകളുടെ അടുത്തെത്തി. 2-3 കാർ അവിടെ നിർത്തിയിട്ടുണ്ട്. അവൻ അതിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിലെല്ലാം ഒരുമിച്ച് അലാറം അടിക്കാൻ തുടങ്ങി. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്ന കാര്യം ആർക്കും മനസ്സിലായിട്ടില്ല. അവരെല്ലാവരും വേഗം ചെന്നിട്ട് ആ അലാറൊക്കെ ഓഫ് ചെയ്യുകയും ചെയ്തു. ഈ സമയം ഡഗ് ആണെങ്കിൽ പൗഡറിനെ ജെസ്സിയുടെ കാറിലേക്ക് കയറ്റി. അതിനുശേഷം അവരവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ഡഗ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ ആ വീടിന്റെ മുകളിലായിട്ട് ലൈറ്റ്നിങ് റോഡ് വെച്ചിട്ടുണ്ട്, ഈ മിന്നലിനെ തടയാൻ വേണ്ടിയിട്ടുള്ളത്. സാധാരണ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരെണ്ണൊക്കെ കാണത്തുള്ളൂ. എന്നാൽ ഈ ഒരു വീടിന്റെ മുകളിലായിട്ട് കുറെ എണ്ണം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. സംശയത്തോടെ അയാൾ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം ഡഗിന്റെ കൂടെയുള്ള ഒരു പോലീസുകാരനുണ്ട്. അയാളുടെ പേര് ഹാർലി എന്നാണ്. അയാളിപ്പോൾ ഡഗിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറയാണ്. നിങ്ങൾ ഏതെങ്കിലും വീടിന്റെ മുകളിൽ ഇത്രയും ലൈറ്റിംഗ് റോഡ് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇതിൽ തന്നെ എന്തൊരു മിസ്റ്ററി തോന്നുന്നില്ല നിങ്ങൾക്ക്? പിന്നെ ഞാൻ ഈ വീട് പരിശോധിച്ചപ്പോൾ എനിക്ക് വേറെ ചില കാര്യങ്ങൾ മനസ്സിലായി. ആ പയ്യന്റെ ഗ്രാൻഡ് ഫാദർ സാധാരണ പോലെ ഹാർട്ട് അറ്റാക്ക് വന്നാണ് എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. പക്ഷെ എന്റെ പരിശോധനയിൽ അയാളുടെ ശരീരത്തിലേക്ക് ഇലക്ട്രിസിറ്റി ഏറ്റിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്നാണ് ഹാർലി പറയുന്നത്. അതേക്കുന്ന ഡഗ് അയാളോട് പറയുന്നത്, നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ വിചാരിക്കുന്നത് ആ പയ്യൻ അവന്റെ ഗ്രാൻഡ് ഫാദറിനെ ഇലക്ട്രിസിറ്റി അടുപ്പിച്ച് കൊന്നാണെന്നാണോ? നിനക്ക് വേറൊരു പണിയില്ലേ ഹാർലി എന്നാണ് ഡഗിന്റെ ചോദ്യം. അതേക്കുന്ന ഹാർലി പറയുന്നത്, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നിങ്ങളല്ലേ ഈ കേസ് അന്വേഷിക്കുന്നത്, ഞാൻ പറഞ്ഞത് എടുക്കണോ വേണ്ടയോ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഡഗ് അത് വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ജെസ്സി ഇപ്പൊ പൗഡറിനെയും കൊണ്ട് സിറ്റിയിലെത്തി. അവൻ ആദ്യമായിട്ടാണ് ഈ സിറ്റിയിലേക്കൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്ഭുതത്തോടെ അവിടുത്തെ കാഴ്ചകളൊക്കെ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ജെസ്സി അവനെയും കൊണ്ട് പോകുന്നത് ഒരു ഓർഫണേജിലേക്കാണ്. ഇനി ഇവിടെയാണ് ഇവൻ ജീവിക്കേണ്ടത്. അവരവിടേക്ക് ചെന്ന് വണ്ടി നിർത്തുമ്പോൾ ആ ഓർഫണേജിന്റെ മുറ്റത്തായിട്ട് കുറച്ച് പിള്ളേര് കളിക്കുന്നുണ്ട്. ഇപ്പൊ പൗഡർ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ അവനെ നോക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇവനെ പോലുള്ള ഒരാളെ അവർ കാണുന്നത്. അങ്ങനെ പൗഡറിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു. സമയം ഉച്ചയായി. എല്ലാവരും ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മെസ് ഹാളിൽ കൂടിയിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ പൗഡറും ഇരിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഒറ്റയ്ക്ക് മാറിയാണ് ഇരിക്കുന്നത്. ഈ സമയം കുട്ടികളെല്ലാവരും അവനങ്ങനെ നോക്കുന്നുണ്ട്. ചില കുട്ടികളൊക്കെ അവനിങ്ങനെ കളിയാക്കുകയാണ്. എന്നാൽ പൗഡർ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവന്റെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഈ കുട്ടികളുടെ കൂട്ടത്തില് ജോൺ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. അവനും ഗ്യാങ്ങും കൂടെ ഇപ്പൊ പൗഡറിന്റെ അടുത്തേക്ക് വന്നു റാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ജോൺ പൗഡറിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടേക്ക് വരുമ്പം ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നീ ആയതുകൊണ്ട് ഞങ്ങളത് കുറച്ചു തരാം. നീ ഒരു കാര്യം ചെയ്യ്, ഇന്നത്തെ ദിവസം മുഴുവൻ ഒരു സ്പൂണ് മൂക്കിൽ തൂക്കിയിട്ട് നടന്നാൽ മതി എന്നാണ് ജോൺ പറയുന്നത്. മറ്റൊരുത്തൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യം കൂടെ അവിടുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം ജോൺ അവന്റെ കയ്യിൽ ഒരു സ്പൂൺ കൊടുത്തു. എന്നാൽ ഈ സമയം പൗഡർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കുകയാണ്. കുറച്ച് സമയം ഇങ്ങനെ ഉരച്ചു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന പിള്ളേരുടെ മുഴുവൻ സ്പൂണുകളും തെറിച്ചു പോവാണ്. അങ്ങനെ അതെല്ലാം കൂടെ തെറിച്ചിട്ട് അവിടെ ഇങ്ങനെ ഒരു ട്രീ പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അത് കണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ശരിക്കും അത്ഭുതമായി. ഈ സമയത്താണ് കുറച്ച് അപ്പുറത്ത് നിന്നും ഒരു സ്പൂൺ അങ്ങോട്ട് നടന്നു വരുന്നത്. അങ്ങനെ അത് അങ്ങോട്ട് നടന്നു വന്നതിന് ശേഷം അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സ്പൂണിൽ ചെന്നിടിച്ചു. അതോടുകൂടെ ആ സ്പൂണുകളെല്ലാം ഇടിഞ്ഞു ഒളിഞ്ഞു വീഴുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ട് കുട്ടികളെല്ലാവരും ശരിക്കും അന്തം വിട്ടിരിക്കുകയാണ്. എന്നാൽ പൗഡർ ആണെങ്കിൽ ചിരിക്കാനും തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ ജോണിന് പൗഡറിന്റെ അടുത്ത് വല്ലാത്തൊരു ദേഷ്യം വരുന്നുണ്ട്. അവനിങ്ങനെ പൗഡറിനെ തന്നെ തുറച്ചു നോക്കുകയാണ്, ഇവന്റെ അഹങ്കാരം നിർത്തണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ സമയം വൈകുന്നേരമായി. ഡഗ് ഇപ്പം അയാളുടെ വീട്ടിലേക്ക് എത്തി. അയാൾ വീട്ടിലേക്ക് കയറുമ്പോൾ അയാളുടെ മകൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് സ്റ്റീവൻ എന്നാണ്. എന്നാൽ മകൻ ഇവിടെ അല്ല താമസിക്കുന്നത്. അച്ഛൻ അങ്ങോട്ട് വരുമ്പം അവനൊരു ഹായ് പറഞ്ഞു. എന്നാൽ അയാൾ അത് വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അതിൽ നിന്നും ഡഗിന് അവനോട് എന്തോ ഒരു ദേഷ്യമുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അച്ഛൻ അവനെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് സ്റ്റീവൻ ഒന്നും മിണ്ടാതെ അവന് വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ ഡഗ് വീടിന്റെ അകത്തേക്ക് കയറി. ഇയാളുടെ ഭാര്യ അവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് ക്യാൻസർ ആണ്. എപ്പോ വേണമെങ്കിലും അവർ മരിക്കും. എന്നാൽ അവരാരോടും അങ്ങനെ സംസാരിക്കാറില്ല. അവർക്ക് എന്തോ ഒരു വിഷമം മനസ്സിലുണ്ട്. അത് അവരുടെ മുഖത്ത് പ്രകടമാണ്. ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അവളുടെ ആ വിഷമം എന്താണെന്ന് അറിയാൻ വേണ്ടി ഡഗ് പലതവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്കത് ഡഗിന്റെ അടുത്ത് പറയാനും പറ്റിയിട്ടില്ല. ഈ സമയം ഡഗ് അയാളുടെ ഭാര്യയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു സിൽവർ ബോക്സ് കാണുന്നുണ്ട്. അയാൾ ചെന്നിട്ട് അത് എടുത്തു. ഈ സമയത്താണ് അവിടെ ഒരു ഹോം നേഴ്സ് അങ്ങോട്ട് വരുന്നത്. ഇവരുടെ പേര് ഏഞ്ചൽ എന്നാണ്. അയാൾ ആ ബോക്സ് എടുത്ത് നോക്കുന്നത് കാണുമ്പോൾ അത് ഇന്ന് സ്റ്റീവൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് എന്നാണ് അവർ പറയുന്നത്. തന്റെ മകൻ കൊണ്ടുവന്നാണെന്ന് അറിയുമ്പോൾ അയാൾ അത് തുറന്നു നോക്കാതെ അവിടെ വെക്കുകയും ചെയ്തു. അതിനുശേഷം അയാൾ അയാളുടെ ഭാര്യയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ്.
ഈ സമയത്താണ് അവിടെ നിൽക്കുന്ന ഏഞ്ചൽ ഒരു കാര്യം പറയുന്നത്. അല്ല, നിങ്ങളിന്ന് മെന്റലി പ്രോബ്ലം ഉള്ള ഒരു പയ്യനെ കണ്ടോന്ന് കേട്ടല്ലോ, എന്താണ് ആ പയ്യന്റെ കുഴപ്പം എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നീ എന്തിനാണ് ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്, നീ നിന്റെ പണി നോക്കി പോയേ എന്നാണ് ഡഗ് പറയുന്നത്. അത് കേൾക്കുന്ന ഏഞ്ചൽ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയം ഡഗ് ആണെങ്കിൽ അയാളുടെ ഭാര്യയുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ ഓർഫണേജിൽ ഒരു ഡോക്ടർ വന്നിട്ട് ഇപ്പൊ പൗഡറിനെ ചെക്ക് ചെയ്യാണ്. അത് നോക്കിക്കൊണ്ട് ജെസ്സി അവിടെ നിൽക്കുന്നുണ്ട്. ഡോക്ടർ അവനെ ചെക്ക് ചെയ്തതിനു ശേഷം പറയുന്നത് ഇവന് യാതൊരുവിധ കുഴപ്പമില്ല, ഇവന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെന്നാണ്. അതേക്കുന്ന ജെസ്സി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ കണ്ണിന് പ്രശ്നമുണ്ട്, അവന് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അധികം സമയം പുറത്തു നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ ഇവന് പറ്റിയ ഒരു കോൺടാക്ട് ലെൻസ് അറേഞ്ച് ചെയ്ത് തരണം എന്നാണ് അവള് പറയുന്നത്. അതിനെന്താ തിങ്കളാഴ്ച ആകുമ്പോഴേക്കും ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഡോക്ടർ പോയി കഴിയുമ്പോൾ ജെസ്സി ഇപ്പം പൗഡറിന്റെ അടുത്തൊരു കാര്യം പറയാണ്. അപ്പൊ കോൺടാക്ട് ലെൻസ് തിങ്കളാഴ്ച കിട്ടും, അങ്ങനെയാണെങ്കിൽ നീ തിങ്കളാഴ്ച തന്നെ ഇവിടുത്തെ സ്കൂളിൽ ജോയിൻ ചെയ്യണം, നിനക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ, നീ കുട്ടികളുമായിട്ടൊക്കെ ഒന്ന് കൂട്ടുകൂട്, അപ്പം നിന്റെ ഈ ഒറ്റപ്പെടലിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് ജെസ്സി പറയുന്നത്. അവനാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ തിങ്കളാഴ്ച ദിവസം അവൻ സ്കൂളിലേക്ക് എത്തി. അവനിപ്പോ സ്കൂളിലേക്ക് കയറുമ്പോൾ വേറെയും കുറെ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. അവരും ഇവനെ പോലുള്ള ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. അവനാണെങ്കിൽ അവരൊന്നും മൈൻഡ് ചെയ്യാതെ ക്ലാസ്സിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവരുടെ ഒരു സാർ ഇപ്പം ഫിസിക്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാറിന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടാണ് അയാൾ ക്ലാസ് എടുക്കുന്നത്. ഈ സമയം ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട്. ഇവളുടെ പേര് ലിൻസി എന്നാണ്. അവളുടെ പുറകിലായിട്ടാണ് പൗഡർ ഇരിക്കുന്നത്. അവനങ്ങോട്ട് വന്നിട്ട് ഇരുന്ന അപ്പം മുതൽ കുറേ സമയമായിട്ട് അവൾ അവനെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇടയ്ക്ക് എപ്പോഴും ഒന്ന് അവളെ നോക്കിയപ്പം അവനത് ശ്രദ്ധിച്ചു. ഈ സമയം അവളൊന്ന് ചിരിച്ചു കാണിക്കുകയാണ്. ഈ സമയവും സാർ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അയാളിപ്പോൾ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് എന്നതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി അയാൾ ഒരു ഡിവൈസ് എടുത്തു. ഇതിന്റെ പേര് ജേക്കബ്സ് ലാഡർ എന്നാണ്. അയാൾ അത് ഓണാക്കി കഴിയുമ്പോൾ അതിൽ നിന്നും ചെറിയ രീതിയിൽ ഇലക്ട്രിസിറ്റി ഇങ്ങനെ മുകളിലേക്ക് പാസ് ചെയ്യാൻ തുടങ്ങി. കുട്ടികളെല്ലാവരും അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് കാണുമ്പോൾ പൗഡറിന് വല്ലാതെ എന്തൊക്കെയോ അനുഭവപ്പെടാൻ തുടങ്ങി. അവനിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ആ ഇലക്ട്രിസിറ്റിയുടെ അളവ് ഇങ്ങനെ കൂടാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ ഡിവൈസിൽ നിന്നും അവന്റെ ശരീരത്തിലേക്ക് ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയം ആ ഇലക്ട്രിസിറ്റി അവന്റെ ശരീരത്തിലേക്ക് അടിച്ചു കഴിയുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും ഒരു ഇലക്ട്രിസിറ്റി ആ ഡിവൈസിലേക്ക് അടിക്കുകയാണ്. അങ്ങനെ ആ ഇലക്ട്രിസിറ്റി പതുക്കെ അവനിങ്ങനെ വായുവിലേക്ക് ഉയർത്താൻ തുടങ്ങി. ഇതൊക്കെ കാണുമ്പോൾ പിള്ളേരെല്ലാവരും അവിടെ നിന്ന് പേടിച്ച് മാറി നിൽക്കുകയാണ്. അങ്ങനെ വായുവിലേക്ക് ഉയർന്ന അവൻ ഇങ്ങനെ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. ഇത് പണിയാണെന്ന് മനസ്സിലായ ഡൊണാൾഡ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റൂൾ എടുത്തിട്ട് ആ ഡിവൈസിന് ഒരു അടി കൊടുക്കുകയാണ്. അതോടുകൂടെ അത് ഓഫ് ആവുകയും ചെയ്തു. അങ്ങനെ ആ ഡിവൈസ് മൊത്തം തകർന്ന് അവൻ താഴേക്ക് വീണു. ഇപ്പൊ ഡൊണാൾഡ് അവന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന് ബോധമില്ല. അയാൾ അവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അവന്റെ ദേഹത്തൊന്ന് ടച്ച് ചെയ്തു. ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് വരുന്നത്. അയാളുടെ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ഒരു അവസ്ഥ അയാൾ അനുഭവിക്കുന്നത്. അങ്ങനെ പൗഡറിനെ ഒരു ഹോസ്പിറ്റലാക്കി. ഈ സമയം സംഭവം അറിഞ്ഞിട്ട് പോലീസുകാരനായ ഡഗ്ഗും അങ്ങോട്ട് എത്തി. അയാൾ അങ്ങോട്ട് വരുമ്പം ഡൊണാൾഡ് അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഡഗ് അങ്ങോട്ട് വന്നതിന് ശേഷം ഡൊണാൾഡിന്റെ അടുത്ത് കാര്യം തിരക്കാൻ തുടങ്ങി. നോക്കൂ ഡൊണാൾഡ്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ സംസാരിച്ചു. പല കുട്ടികളും പല കാര്യങ്ങളാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നാണ് ഡഗ് ചോദിക്കുന്നത്. അതേക്കുന്ന ഡൊണാൾഡ് കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറഞ്ഞു. അതായത് അവനിങ്ങനെ വായുവിലേക്ക് ഉയർന്ന കാര്യമൊക്കെ. എന്നാൽ ഡോക്ടർ പറയുന്നത് ഇതൊക്കെ ഇയാൾക്ക് തോന്നിയതായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല എന്നാണ്. അതേക്കുന്ന ഡൊണാൾഡ് പറയുന്നത് എനിക്കറിയാം നിങ്ങൾ അതേ പറയത്തുള്ളൂ. ഒരുപക്ഷെ ഞാനും ഇതൊന്നും നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഈ കാര്യത്തിൽ വിശ്വസിക്കത്തില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ പയ്യന് വേറെന്തോ കുഴപ്പമുണ്ട് എന്നാണ് ഡൊണാൾഡ് പറയുന്നത്. ഈ സമയത്താണ് ഒരു നേഴ്സ് വന്നിട്ട് ഡോക്ടറെ വിളിക്കുന്നത്. അതിനെ തുടർന്ന് അവരെല്ലാവരും പൗഡറിന്റെ റൂമിലേക്ക് വന്നു. എന്നാൽ അവരവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ പൗഡറിനെ അവിടെ കാണുന്നില്ല. അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ സമയം ഡഗ് ആണെങ്കിൽ അവന്റെ ആ ഹോസ്റ്റലിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നടന്ന് അവനൊരു വീട്ടിന്റെ അടുത്തെത്തി. ഈ സമയത്താണ് ആ വീട്ടിൽ നിന്നൊരു പട്ടി അവന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. അതിങ്ങനെ വല്ലാതെ കുരയ്ക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ പൗഡർ ആ പട്ടി ഒന്ന് തൊട്ടു. അതോടുകൂടെ പട്ടിയാണെങ്കിൽ നോർമൽ ആവുകയും ചെയ്തു. ഈ സമയത്താണ് ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ട ലിൻസി ആയിരുന്നു. അവളുടെ പട്ടിയാണത്. ഇപ്പൊ അവൻ ഒറ്റയ്ക്ക് കിട്ടിയതുകൊണ്ട് അവൾ അവന്റെ അടുത്ത് അവന്റെ വിശേഷങ്ങളൊക്കെ തിരക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ കാര്യങ്ങളൊക്കെ അവൻ അവളുടെ അടുത്ത് പറഞ്ഞു. ഞാനൊരു ഇലക്ട്രിസിറ്റി പേഴ്സണാലിറ്റിയാണ്, പക്ഷെ നീ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ എന്നാണ് അവൻ പറയുന്നത്. ഈ സമയത്താണ് അവൾ മറ്റൊരു കാര്യം പറയുന്നത്. ഞാൻ ക്ലാസ്സിലിരുന്നപ്പം നിന്നെ തന്നെ അങ്ങനെ നോക്കിയിട്ടില്ലായിരുന്നോ? അത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും തമ്മിൽ ബെറ്റ് വെച്ചതുകൊണ്ടാണ്. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നിന്റെ കണ്ണുകള് ബ്ലൂ ഗ്രേ ആണെന്ന്. എന്നാൽ അവള് പറഞ്ഞു നിന്റെ കണ്ണുകൾ ബ്ലൂ ഗ്രീൻ ആണെന്ന്. അതൊന്ന് ഉറപ്പിക്കാനാണ് ഞാൻ നിന്നെ തന്നെ അങ്ങനെ നോക്കിയിരുന്നത്. അവള് പറഞ്ഞതാണ് കറക്റ്റ്, നിന്റെ കണ്ണുകൾ ബ്ലൂ ഗ്രീൻ ആണ് എന്നാണ് ലിൻസി പറയുന്നത്. അതേക്കുമ്പോൾ എന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തെറ്റിയെന്നും പറഞ്ഞിട്ട് അവൻ അവന്റെ കണ്ണിലെ കോണ്ടാക്ട് ലെൻസ് അങ്ങോട്ട് എടുത്തു മാറ്റുകയാണ്. ഈ സമയം അവൾ നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്. അത് കണ്ട് അവൾക്ക് ശരിക്കും അത്ഭുതമായി. ഈ സമയം അവർ സംസാരിച്ച് നിൽക്കുന്നതിന് അപ്പുറത്തായിട്ട് വേറൊരുത്തർ നിൽക്കുന്നുണ്ട്. അവനിങ്ങനെ പൗഡറിനെ തന്നെ തുറച്ചു നോക്കുകയാണ്. അത് കാണുമ്പോൾ പൗഡർ അവനെ ഒന്ന് നോക്കി. അവൻ അയാളെ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ ലിൻസി ചോദിക്കുന്നത് എന്താ അയാളെ നിന്നെ നോക്കുന്നതിന് നിനക്ക് ടെൻഷൻ ആവുന്നുണ്ടോന്നാണ്. ടെൻഷൻ ആവുന്നോണ്ടല്ല, നീ എപ്പോഴെങ്കിലും മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതെങ്ങനെയാണ് പറ്റുന്നത്? അവൾ തിരിച്ചു ചോദിക്കുന്നു. അതൊക്കെ പറ്റും, എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നാണ് അവൻ പറയുന്നത്.
എന്നാൽ അവനാ പറഞ്ഞ കാര്യം അവൾക്ക് വിശ്വാസമായിട്ടില്ല. പൗഡർ ആണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനും പോകുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് ആ ഡെഗും ഹാർലി അങ്ങോട്ട് വരുന്നത്. അവനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് മനസ്സിലായതും പൗഡർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും വന്നിട്ടില്ലല്ലോ. മാത്രമല്ല എനിക്ക് ഇനി ആ ഹോസ്പിറ്റലിലേക്ക് വരാൻ ഒരു താല്പര്യമില്ല, എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ മതി എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ ആദ്യം ഡോക്ടർ വന്നിട്ട് നിന്നൊന്ന് പരിശോധിക്കട്ടെ, നിനക്കൊരു കുഴപ്പമില്ലെങ്കിൽ നിനക്ക് ഹോസ്റ്റലിലേക്ക് പോവാം, അല്ലാതെ നീ വീട്ടിലേക്ക് പോകണ്ട എന്നാണ് ഡെഗ് പറയുന്നത്. ഇനിയിപ്പോൾ അവിടുന്ന് പോകാൻ ശ്രമിച്ചാലും അയാൾ അതിന് സമ്മതിക്കത്തില്ല എന്ന കാര്യം പൗഡറിന് അറിയാം. അതുകൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടെ അവൻ അയാളുടെ വണ്ടിയിലേക്ക് കയറുകയാണ്. അങ്ങനെ തിരിച്ചെത്തിയതിനു ശേഷം ജെസ്സി ഇപ്പം അവന് റൂമിലേക്ക് വിളിച്ചോണ്ട് പോവാണ്. അവിടെ കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. അവരിപ്പം അവനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ കൂട്ടത്തിലൊരു ഡോക്ടർ അവൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്. ജെസ്സിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, നീ ഈ ലോകത്തിനെ കുറിച്ച് അറിഞ്ഞത് മൊത്തം നിന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് നിന്നാണെന്ന്. അതെന്തുകൊണ്ട് നീ ഗ്രാൻഡ് പാരന്റ്സ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം അറിഞ്ഞു, നീ TV ഒന്നും കാണാറില്ലേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പം എനിക്ക് TV ഒന്നും കാണാൻ പറ്റത്തില്ല എന്നാണ് പൗഡർ പറയുന്നത്. അവൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പം നമ്മുടെ ഡൊണാൾഡ് അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ റിമോട്ട് എടുത്തിട്ട് അവിടുത്തെ TV ഓൺ ആക്കുകയാണ്. എന്നാൽ TV ഓൺ ആക്കിയതും അത് അപ്പം തന്നെ അടിച്ചുപോയി. അത് കാണുമ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് TV ഒന്നും കാണാൻ പറ്റത്തില്ല എന്ന്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതുപോലത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. ഈ സമയം നേരത്തെ സംസാരിച്ച ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ IQ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതിൽ നിന്നും നീ വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. നിന്നെപ്പോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ ഇതുവരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ഈ ലോകത്തിലെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നീ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു ഞാനാണ് ഈ ലോകത്തിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടിയെന്ന്, പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. അതേക്കുന്ന ജെസ്സി പറയുന്നത്, നീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ഇവരെല്ലാവരും നിന്നെ സഹായിക്കാനല്ലേ ശ്രമിക്കുന്നത് എന്നാണ് ജെസ്സി ചോദിക്കുന്നത്. എന്ത് സഹായിക്കുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ്. അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നാണ് അവന്റെ ചോദ്യം. അത് പറ്റത്തില്ല പൗഡർ, നിങ്ങളുടെ കുടുംബത്തിന് ഇഷ്ടംപോലെ കടങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി ഇപ്പൊ ബാങ്കിന്റെ കയ്യിലാണ്, അതുകൊണ്ട് നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് ജെസ്സി പറയുന്നത്. ഓ അങ്ങനെയാണല്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് എന്നെ കൊണ്ട് വേണ്ടത്? ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് തെളിയിക്കണോ? എന്നിട്ട് അതിന്റെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണോ? എന്നാൽ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. എനിക്ക് ആഗ്രഹം എന്റെ വീട്ടിലേക്ക് പോകാനാണ്. അതെനിക്കിനി പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ നിങ്ങൾ നടത്തുന്ന ടെസ്റ്റിനൊന്നും എനിക്ക് താല്പര്യമില്ല എന്നാണ് അവൻ പറയുന്നത്. ആ കാര്യം അവൻ പറയുമ്പോൾ വല്ലാത്ത ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ വാച്ചിലെ സൂചിയൊക്കെ വളരെ വേഗത്തിൽ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അതൊക്കെ കണ്ട് അവരാണെങ്കിൽ ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ്. അങ്ങനെ അത്രയും കാര്യം പറഞ്ഞതിന് ശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇപ്പോഴും ദേഷ്യത്തിലാണ് അവൻ ആ കോറിഡോറിലൂടെ നടക്കുന്നത്. ഈ സമയം അവൻ നടക്കുന്നതിന്റെ അടുത്തായിട്ട് അവിടെ കുറെ ലോക്കർ ഉണ്ട്. അവന്റെ ദേഷ്യം കാരണം ആ ലോക്കറിന്റെ പൂട്ടുകളൊക്കെ ഇങ്ങനെ ഇളകി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ സ്കൂളിൽ നിന്നും ഒരു ട്രിപ്പ് പോവാണ്. നമ്മുടെ പോലീസുകാരനായ ഡെഗും ഹാർലിയും പിന്നെ നമ്മുടെ പൗഡറും ഉണ്ട്. അങ്ങനെ രാത്രിയാവുമ്പം അവരൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. ഇപ്പൊ കുട്ടികളെല്ലാവരും നോക്കുമ്പോൾ പൗഡർ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരിക്കുകയാണ്. ഈ സമയത്താണ് ഡെഗ് അവന്റെ അടുത്തേക്ക് വരുന്നത്. അയാളിപ്പോ അവന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാണ് ജെസ്സിയുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അവൾ നിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ആർക്കെങ്കിലും നിന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് അവക്ക് മാത്രമാണ്. ദയവ് ചെയ്ത് നീ അവളോട് ദേഷ്യമൊന്നും കാണിക്കാതിരിക്കേ എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുന്ന പൗഡർ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഈ സമയം അവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇടി വെട്ടുന്നുണ്ട്. അത് കാണുമ്പോൾ അവന് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. ഇടി വെട്ടുന്നതിന് നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഈ സമയം അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇടി വെട്ടുന്ന സമയത്ത് അതെനിക്ക് എന്റെ മനസ്സിൽ ഫീൽ ചെയ്യും. മിന്നലെടുക്കുന്ന സമയത്ത് അത് എന്നിലേക്കാണ് വരുന്നത് എന്നെനിക്ക് തോന്നും. ഒരിക്കലും എന്റെ ഗ്രാൻഡ് മദർ പറഞ്ഞിട്ടുണ്ട്, ഈ മിന്നൽ എന്ന് പറയുന്നത് ദൈവമാണെന്ന്. അങ്ങനെ ഒരു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ദൈവം നല്ലവനാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ അമ്മയുടെ ജീവൻ എടുത്തത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അവനത് പറഞ്ഞു കഴിയുമ്പോൾ അവന്റെ മനസ്സിലേക്ക് അവന്റെ അമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് അവന്റെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ അവരിങ്ങനെ റോഡിലൂടെ നടക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോകരുത് എന്ന് അവളുടെ ഹസ്ബൻഡ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെയാണ് അവൾ അവിടെ നടക്കുന്നത്. പെട്ടെന്നാണ് ശക്തമായിട്ടുള്ള ഒരു മിന്നലടിക്കുന്നത്. അത് അവളുടെ ദേഹത്ത് തട്ടുകയും ചെയ്തു. അതിനെ തുടർന്നാണ് അവളെ ഹോസ്പിറ്റലിലാക്കിയത്. ഈ കാര്യമാണ് അവന്റെ മനസ്സിലേക്ക് വരുന്നത്. ഒരു ഞെട്ടലോടെയാണ് അവൻ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ നിനക്കിത് എന്തു പറ്റി, എന്താണ് നീ ആലോചിക്കുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. പെട്ടെന്ന് എന്തോ ഒരു കാര്യം എന്റെ മനസ്സിലേക്ക് വന്നു, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനവിടുന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പൗഡർ ഇപ്പം അവിടുത്തെ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. കുറെ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൻ ഒരു അരണയെ കണ്ടു. വളരെ കൗതുകത്തോടെ അവൻ അതിനെങ്ങനെ കയ്യിലെടുത്ത് നോക്കുകയാണ്. ഈ സമയത്താണ് ആ ജോണും വേറൊരുത്തനും അങ്ങോട്ട് വരുന്നത്. ജോണിന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. ഇപ്പൊ പൗഡറിനെ പേടിപ്പിക്കാൻ വേണ്ടി ജോൺ അവന് നേരെ തോക്കി വേണ്ടി. ഈ സമയം മറ്റവനാണെങ്കിൽ അഴുത് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ജോൺ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതിനിടയിലാണ് കുറച്ച് അപ്പുറത്തു നിന്നൊരു വെടിശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും ജോണും കൂട്ടരും അങ്ങോട്ട് ഓടിപ്പോവാണ്. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മാൻ വീണ് കിടക്കുന്നുണ്ട്. ആ പോലീസുകാരനായ ഹാർലി ഉണ്ടല്ലോ, അയാളാണ് അതിനെ ഷൂട്ട് ചെയ്തത്. കുട്ടികൾക്ക് ഹണ്ടിങ് ചെയ്യുന്ന അയാൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്താണ് പൗഡർ അങ്ങോട്ട് വരുന്നത്. അവൻ നോക്കുമ്പോൾ ആ മാൻ ചത്തിട്ടില്ല, അതിങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അത് കണ്ടതും അവന് ദേഷ്യം വരാൻ തുടങ്ങി. ഹാർലിയാണ് അതിന് ഷൂട്ട് ചെയ്തതെന്ന് മനസ്സിലാവുമ്പോൾ അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ആ മാന്റെ കഴുത്തിലേക്കൊന്ന് കൈവച്ചു. എന്നിട്ട് മറ്റേ കൈ വെച്ചിട്ട് ഹാർലിയുടെ കയ്യിൽ പിടിക്കുകയാണ്. അവൻ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ഫീലിംഗ് അനുഭവപ്പെടാൻ തുടങ്ങി. അയാൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അയാൾക്ക് സംഭവിക്കുന്നത് എന്ന കാര്യം കുട്ടികൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. കുട്ടികൾ എത്ര പറഞ്ഞിട്ടും അവനാണെങ്കിൽ അയാളുടെ കൈ വിടുന്നുമില്ല. ഈ സമയത്താണ് ജോൺ കൈ വിടറാന്നും പറഞ്ഞിട്ട് ജോൺ അവന്റെ തോക്കെടുക്കുന്നത്. എന്നാൽ അവൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റവൻ അവന്റെ തോക്കിലൊരു തട്ട് കൊടുത്തു. അതോടുകൂടെ വെടിപൊട്ടി. ഈ സമയം പൗഡർ ആണെങ്കിൽ അയാളെ കൈ വിടുകയും ചെയ്തു. അവൻ കൈ വിട്ടതും അയാൾ പേടിച്ചിട്ട് പുറകിലേക്ക് പോവാണ്. ഇപ്പോഴും അയാൾ വല്ലാതെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. ഈ സമയം പൗഡർ നോക്കുമ്പോൾ ആ മാൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അത് ചത്തത് കാണുമ്പോൾ അവന് സങ്കടം അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവനിപ്പോ ആ ഹാർലിയെ നോക്കി ഇങ്ങനെ കരയാണ്. എന്തിനാടോ ഈ പാപം ചെയ്തതെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവർ തിരിച്ചെത്തി. ഈ സമയം ഡെഗും ജെസ്സിയും പൗഡറിനെ റൂമിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് അവന്റെ അടുത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നീ എന്താണ് ആ ഹാർലിയെ ചെയ്തത്? അയാൾക്ക് എന്തുകൊണ്ടാണ് ആ വിറയിൽ വന്നത് എന്നൊക്കെയാണ് ഡെഗ് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അയാൾ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് ചെയ്തു. പക്ഷെ എത്രമാത്രം വലിയ തെറ്റാണ് അയാൾ ചെയ്തത് എന്ന കാര്യം അയാൾക്ക് അറിയത്തില്ലായിരുന്നു. ഞാനത് അയാൾക്ക് കാണിച്ചു കൊടുക്കായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അതേക്കുന്ന ഡെഗിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നീ എന്തിനാണ് പൗഡർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് എന്താണ് ഞങ്ങൾ പറഞ്ഞ് കേട്ടാല്? എന്തുകൊണ്ട് ഞങ്ങൾ അനുസരിച്ചുകൂടാ? ഞാനൊരു കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുന്ന പൗഡർ ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഈ സമയത്താണ് ഡെഗിനൊരു കോള് വരുന്നത്. അയാളുടെ വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അയാൾ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അയാൾ പോയി കഴിയുമ്പോൾ പൗഡർ ഇപ്പം ജെസ്സിയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? ഏത് ഫ്രണ്ടാണ് സ്വന്തം ഫ്രണ്ടിനെ പൂട്ടിയിടുന്നത്? ഏത് ഫ്രണ്ടാണ് സ്വന്തം ഫ്രണ്ടിനെ അവന്റെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? ഇതൊക്കെ നിങ്ങൾ എന്നോട് ചെയ്യുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്റെ ഫ്രണ്ടാണെന്നാണോ പറയുന്നത്? നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അഭിനയിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ എന്റെ യഥാർത്ഥ ഒരു ഫ്രണ്ട് അല്ല എന്നൊക്കെ അവനിങ്ങനെ വല്ലാതെ ദേഷ്യത്തോടെ പറയാൻ തുടങ്ങി. അവന്റെ ആ ദേഷ്യം കൂടുന്നതിനനുസരിച്ചിട്ട് ആ റൂമിലുണ്ടായിരുന്ന ചില്ലുകൾ മൊത്തം പൊട്ടി തകരുകയാണ്. അതൊക്കെ കണ്ട് ജെസ്സി ആണെങ്കിൽ ശരിക്കും ഞെട്ടിയാണ് അവിടെ നിൽക്കുന്നത്. ഈ സമയം പൗഡർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡെഗ് അയാളുടെ വീട്ടിലെത്തി. അയാളുടെ ഭാര്യയുടെ ഡോക്ടർ അവിടെ നിൽക്കുന്നുണ്ട്. ഡോക്ടർ ഇപ്പം ഡെഗിന്റെ ഭാര്യയെ പരിശോധിച്ചു. അതിനുശേഷം ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡെഗിന്റെ അടുത്ത് പറയാണ്. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ശരിക്കും വിഷമം ഉണ്ടാക്കും. എങ്കിലും എനിക്കിത് പറയാതെ വയ്യ. നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ പ്രകാരം അവൾ എപ്പോഴേ മരിക്കേണ്ടതാണ്. പിന്നെ എങ്ങനെയാണ് ഇവള് ജീവൻ നിലനിർത്തുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു വിങ്ങലുണ്ട്. ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് അവളുടെ മനസ്സിലേക്കൊന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്. അങ്ങനെ വരുമ്പോൾ അവളുടെ വിഷമമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളോട് പറയാൻ പറ്റുമായിരുന്നല്ലോ എന്നാണ് ഡോക്ടർ പറയുന്നത്. അതേക്കുന്ന ഡെഗ് ആണെങ്കിൽ വളരെ സങ്കടത്തോടെ അയാളുടെ ഭാര്യയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. ഇതേ സമയം തന്നെ പൗഡർ ആണെങ്കിൽ ഒരു റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ഡൊണാൾഡ് അങ്ങോട്ട് വരുന്നത്. അയാളിപ്പം അവനെ ശരിക്കും ഒന്ന് പരിചയപ്പെടാനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ അയാൾ അവിടേക്ക് വന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അവനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ മൈൻഡ് ചെയ്യാത്തത് കാണുമ്പോൾ ഓക്കെ നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് മനസ്സിലായി, എങ്കിലും നിനക്ക് എനിക്കൊന്ന് ഷേക്ക് ഹാൻഡ് തന്നൂടെ എന്ന് പറഞ്ഞിട്ട് അയാൾ അവന് നേർക്ക് കൈ നീട്ടി. ഈ സമയം അവൻ ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ അയാൾക്ക് സന്തോഷമായി. ഈ സമയം പൗഡർ അയാളുടെ അടുത്തൊരു കാര്യം പറയാണ്. ഞാൻ നിങ്ങൾക്കൊരു മാജിക് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അയാളുടെ കയ്യിൽ എന്തോ ചെയ്യാൻ തുടങ്ങി. അതോടുകൂടെ അയാളുടെ മുടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അയാൾക്ക്. ഈ സമയം പൗഡർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. നിങ്ങൾക്കറിയോ എത്ര കാലമായി എന്നെ ഒരാൾ ഇതുപോലെ തൊട്ടിട്ടെന്ന്? എന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും പോലും എന്നെ തൊടാൻ വളരെ പേടിയായിരുന്നു എന്നൊക്കെയാണ് അവനിങ്ങനെ സങ്കടത്തോടെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല പൗഡർ, അതൊക്കെ നിന്റെ തോന്നലാന്നും പറഞ്ഞിട്ട് അയാളിങ്ങനെ അവന്റെ തലയിൽ ടച്ച് ചെയ്തിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഡെഗ് ഇപ്പം ആ ഹാർലിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസം അയാൾ ജോലിക്ക് വന്നിട്ട് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ഡെഗ് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അയാൾ വീട്ടിലുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഡെഗ് ആ വീട്ടിനകത്തൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഹാർലിയുടെ 2-3 തോക്കുണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ കാണുന്നില്ല. അയാൾ അതെല്ലാം നോക്കി നിൽക്കുമ്പോഴാണ് ഹാർലി അങ്ങോട്ട് വരുന്നത്. ഹാർലി കാണുമ്പോൾ നിന്റെ ഇവിടെ ഉണ്ടായിരുന്ന തോക്കൊക്കെ എവിടെ? ഒരു പോലീസുകാരനായ നിന്റെ കയ്യിൽ ഇപ്പൊ തോക്കൊന്നും ഇല്ലേ എന്നാണ് ഡെഗ് ചോദിക്കുന്നത്. അത് കേൾക്കുന്ന ഹാർലി ആണെങ്കിൽ അയാളെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ചില കാര്യങ്ങൾ പറയാണ്. അന്ന് ആ പൗഡർ എന്റെ ശരീരത്തിൽ എന്തൊക്കെ ചെയ്തല്ലോ, ആ ഒരു സംഭവത്തിനെ തുടർന്ന് തോക്ക് കാണുന്നത് തന്നെ എനിക്ക് പേടിയാണ്. അന്ന് അവൻ ആ മാനിന്റെ ദേഹത്ത് കൈ വെച്ചിട്ട് എന്റെ കയ്യിലൊന്ന് പിടിച്ചു. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു ഫീലിങ്സ് ഉണ്ട്, അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതെ ഡെഗ്, ആ മാൻ എന്ത് വേദനയാണോ അനുഭവിച്ചത് അതെല്ലാം എനിക്കും അനുഭവിക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോവും എന്നായിരുന്നു എനിക്കന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ഹാർലി പറയുന്നത്. അയാൾ ആ കാര്യം പറയുമ്പോൾ ഡെഗിന് ശരിക്കും അത്ഭുതമായി. അപ്പൊ പൗഡറിന് എന്തോ ഒരു കഴിവുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ ഉടനെ തന്നെ ഡെഗ് നേരെ പോകുന്ന പൗഡറിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവനെയും വിളിച്ചുകൊണ്ട് നേരെ അയാളുടെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അയാൾ ഇപ്പൊ പൗഡറിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. എന്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, അതായത് എന്തോ ഒരു കാര്യം കാരണം അവൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ അവൾക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് അത് എന്നോട് പറയാൻ കഴിയുന്നില്ല. ഇതിലെന്തെങ്കിലും നിനക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റെങ്കിൽ നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ അവനെയും വിളിച്ചിട്ട് അയാളുടെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയം ആ ഏഞ്ചൽ അവിടെ നിൽക്കുന്നുണ്ട്. അവനെ അങ്ങോട്ട് കൊണ്ടുവന്ന് കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവനെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ നീ ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ അവനെയും കൊണ്ട് അയാളുടെ ഭാര്യയുടെ റൂമിലേക്ക് ചെന്നു. ഡെഗിന്റെ ഭാര്യയെ കാണുമ്പോൾ പൗഡർ വേഗം തന്നെ ചെന്നിട്ട് അയാളുടെ ഭാര്യയുടെ അടുത്തേക്ക് ഇരുന്നു. എന്നിട്ട് അവളുടെ തലയിലൊന്ന് ടച്ച് ചെയ്യാണ്. ഈ സമയം അവളുടെ മനസ്സിൽ എന്താണുള്ളത് എന്ന കാര്യമൊക്കെ അവന് മനസ്സിലായി. അതൊക്കെ അവൻ ഡെഗിന്റെ അടുത്ത് പറയാൻ തുടങ്ങി.
ഇവർക്ക് ഈ ലോകം വിട്ടു പോകാൻ പറ്റുന്നില്ല. അതിന് 2 കാരണങ്ങളാണുള്ളത്. കുറെ കാലം മുമ്പ് ഇവരുടെ കല്യാണമോതിരം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മകൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതാണ് ആ ടേബിളിലിരിക്കുന്ന സിൽവർ പെട്ടിയിലുള്ളത്. നിങ്ങൾ തന്നെ അതെടുത്തിട്ട് ഇവളുടെ കയ്യിലിട്ട് കൊടുക്കണം. അതാണ് ഇവളുടെ 1ാമത്തെ ആഗ്രഹം. 2ാമത്തെ ആഗ്രഹം നിങ്ങളുടെ മകനാണ്. നിങ്ങൾ നിങ്ങളുടെ മകനും തമ്മിൽ എന്തൊരു പ്രശ്നമുണ്ടല്ലോ, അത് നിങ്ങൾ ഉടനെ തന്നെ സോൾവ് ചെയ്യണം. എന്നിട്ട് പഴയതുപോലെ സ്നേഹത്തോടെ ജീവിക്കണം. ഈ 2 കാര്യങ്ങളാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സ്വസ്ഥമായിട്ട് മരിക്കാൻ പറ്റും എന്നാണ് അവൻ പറയുന്നത്. അവൻ ആ കാര്യമൊക്കെ പറയുമ്പോൾ ഡെഗിന് വല്ലാത്തൊരു സങ്കടമാണ് വരുന്നത്. കാരണം അവൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. അങ്ങനെ അയാൾ ഉടനെ തന്നെ ആ ബോക്സിൽ നിന്നും ആ മോതിരം എടുത്തിട്ട് അയാളുടെ ഭാര്യയുടെ വിരലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനും നമ്മുടെ മകനും തമ്മിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവൾക്കൊരു കിസ് കൊടുത്തു. അതോടുകൂടെ വളരെ സമാധാനത്തോടെ അവർ മരിക്കുകയാണ്. അങ്ങനെ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ആ ഏഞ്ചല് വിളിച്ചിട്ട് അവരുടെ മകനും അങ്ങോട്ട് എത്തി. മകനെ കാണുമ്പോൾ അയാൾ വേഗം ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പൗഡർ ഇപ്പോൾ ഒരു പാർക്കിലിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ലിൻസി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ അവിടെയുള്ള ഒരു ബെഞ്ചിലിരുന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഈ സമയം ഒരാളുടെ മനസ്സ് വായിക്കുന്നത് എങ്ങനെയാണ് എന്ന കാര്യം അവനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് അവൻ അവളുടെ കയ്യിലൊന്ന് ടച്ച് ചെയ്തു. ഈ സമയം അവളുടെ മനസ്സിൽ എന്താണുള്ളത് എന്ന കാര്യം അവനും അറിയാൻ പറ്റുന്നുണ്ട്. അവന്റെ മനസ്സിൽ എന്താണുള്ളത് എന്ന കാര്യം അവൾക്കും അറിയാൻ പറ്റുന്നുണ്ട്. അവന്റെ മനസ്സിലെ കാര്യങ്ങളും അവന്റെ വേദനകളും അറിയുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടമാണ് വരുന്നത്. അപ്പൊ നിന്റെ അച്ഛൻ നിന്നെ ഒരു വിരൂപനായിട്ടായിരുന്നില്ലേ കണ്ടിരുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അതേ ലിൻസി, നിനക്കും എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നാണ് അവന്റെ ചോദ്യം. ഇല്ല പൗഡർ, ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പയ്യനാണ് നീ എന്നാണ് അവൾ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ അവനൊരു കിസ് കൊടുക്കുകയാണ്. എന്നാൽ അവർ തമ്മിൽ കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ലിൻസിയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ നീ എന്റെ മോളെ തൊടാനായെന്ന് ചോദിച്ചിട്ട് അവന്റെ കുത്തിനേറി പിടിക്കുകയാണ്. ഈ സമയത്താണ് ജെസ്സി അങ്ങോട്ട് വരുന്നത്. അവളെ കാണുമ്പോൾ ഇനി മേലാൽ ഇവൻ എന്റെ മോളെ കണ്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ പണി ഞാൻ അതോടെ തീർക്കുന്നു പറഞ്ഞിട്ട് അയാൾ അവളെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. ഈ ഒരു സംഭവം അവന് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും പേരുടെ മുമ്പിൽ അവൻ ശരിക്കും ഇൻസൾട്ട് ആയിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് ഓർഫണേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവനിപ്പോൾ ഒരു തീരുമാനം എടുത്തു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. അതിനുവേണ്ടി അവൻ അവന്റെ പെട്ടി എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ കുറച്ച് പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് കുട്ടികൾ കളിക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. ഒരു കൗതുകത്തിന് പുറത്ത് അവൻ അവിടെയുള്ള ഒരു ഹാളിലേക്ക് ചെന്നു. ഈ സമയം ആ ജോണും കൂട്ടരും അവിടെ ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അത് നോക്കി നിൽക്കുമ്പോഴാണ് ബാത്റൂമിൽ ഒരു കാര്യം കാണുന്നത്. അവിടെ മുടി ഇറക്കിയ ഒരു പയ്യൻ നിൽക്കുന്നുണ്ട്. അവനിപ്പം അവന്റെ മുടിയിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പയ്യന് നല്ല ഭംഗിയുള്ള ശരീരവും ഇഷ്ടം പോലെ മുടിയും ഉണ്ട്. അത് കാണുമ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു രൂപമില്ലല്ലോ എന്നാണ് പൗഡർ ചിന്തിക്കുന്നത്. ഈ സമയത്താണ് ആ ജോൺ അങ്ങോട്ട് വരുന്നത്. ജോൺ ഉടനെ തന്നെ വന്നിട്ട് അവനെ പിടിച്ചു. നിനക്കെന്താ അവന്റെ ശരീരം കണ്ടിട്ട് താല്പര്യം തോന്നുന്നുണ്ടോ എന്നാണ് ജോൺ ചോദിക്കുന്നത്. ഈ സമയം ജോൺ ആണെങ്കിൽ അവന്റെ തൊപ്പി ഊരിയെടുത്തിട്ട് അവന്റെ തലയിൽ വെച്ചു. മാത്രമല്ല ജോൺ അവന്റെ കയ്യിലും പിടിച്ചിട്ടുണ്ട്. എന്നാൽ പൗഡറും വിട്ടുകൊടുക്കുന്നില്ല. അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ജോണിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പൗഡറിനും മനസ്സിലായി. ഇവന്റെ ആദ്യത്തെ അച്ഛനും ഇവനെ ഉപേക്ഷിച്ചു. അതിനുശേഷം ഇവനൊരു സ്റ്റെപ്പ് ഫാദർ ഉണ്ടായിരുന്നു, അയാൾ ഇവനെ ഉപേക്ഷിച്ചു. അങ്ങനെയാണ് അവൻ ഇവിടേക്ക് എത്തിയത്. ആ ഒരു കാര്യം പൗഡർ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജോൺ ഇപ്പോൾ അവന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇൻസൾട്ട് ആയിരിക്കുകയാണ്. കാരണം അവർക്കാർക്കും ഈ കാര്യം ഒന്നും അറിയത്തില്ലായിരുന്നു. ഈ സമയം അവൻ ഈ സംസാരിക്കുമ്പോൾ പുറത്ത് ഇടി വെട്ടുന്നുണ്ട്. ഇപ്പൊ ജോൺ ആണെങ്കിൽ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണല്ലോ. അവൻ പറയുന്നത് നിനക്ക് ഇടിയും മിന്നലും പേടിയല്ലേ, മിന്നലേറ്റ് കഴിഞ്ഞാൽ നിനക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അവനെയും വിളിച്ചിട്ട് പുറത്തേക്ക് പോവാണ്. എന്നിട്ട് പുറത്തിറങ്ങിയതിനു ശേഷം അവരവന്റെ ഡ്രസ്സ് മൊത്തം വലിച്ച് ഊരിയങ്ങെടുത്തു. അതിനുശേഷം അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് അവനെ തള്ളിയിട്ടു. ഇതെല്ലാം കൊണ്ട് തന്നെ പൗഡറിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവർ പിന്നെയും അവനെ ആ വെള്ളത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചു. ഈ സമയമാകുമ്പോഴേക്കും അവനാണെങ്കിൽ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അവന്റെ ദേഷ്യം കൂടുന്നതിനനുസരിച്ച് അവിടെ നിൽക്കുന്ന പിള്ളേരുടെ ദേഹത്തുള്ള മെറ്റലിന്റെ സാധനമൊക്കെ ഇങ്ങനെ വലിയാൻ തുടങ്ങി. ഒരുത്തന്റെ മാല ഇങ്ങനെ പുറത്തേക്ക് വലിഞ്ഞു വരികയാണ്. അതേപോലെ ജോണിന്റെ ജീൻസിന്റെ ബട്ടനും പുറത്തേക്ക് വന്നു. മാത്രമല്ല വേറൊരുത്തന്റെ ചെവിയിലെ കമ്മലും പുറത്തേക്ക് വരികയാണ്. ഇത്രയായി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് നടക്കുന്നത് ഒരു പൊട്ടിത്തെറിയാണ്. അതിൽപ്പെട്ട് എല്ലാവരും അവിടെ നിന്ന് തെറിച്ചു പോവുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവന്റെ ബ്രെയിനിലുള്ള ആ ശക്തമായിട്ടുള്ള ഇലക്ട്രിക് ചാർജ് കാരണമാണ്. അങ്ങനെ എല്ലാവരും തെറിച്ചു വീണ് കഴിയുമ്പോൾ ഒരുത്തിനിപ്പോൾ നേരെ ചെല്ലുന്നത് ജോണിന്റെ അടുത്തേക്കാണ്. അവൻ നോക്കുമ്പോൾ ജോൺ അനക്കമൊന്നുമില്ല. അവന്റെ ഹാർട്ട് ഇപ്പം നിലച്ചിരിക്കുകയാണ്. പിള്ളേരാണെങ്കിൽ ശരിക്കും പേടിച്ചാണ് ഇരിക്കുന്നത്. അവരിപ്പം പൗഡറിന്റെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നാൽ ഈ സമയം പൗഡർ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ വേഗം ജോണിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവന്റെ ഹാർട്ടിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണ്. കുറെ നേരം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ജോണിന് ബോധം വരികയും ചെയ്തു. അത് കാണുമ്പോൾ എല്ലാവർക്കും ശരിക്കും ആശ്വാസമായി. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം അവൻ ആരും അറിയാതെ ഒരു വണ്ടിയുടെ പുറകെ കയറി. എന്നിട്ട് ആ വണ്ടിയിൽ അവനിപ്പോൾ അവന്റെ പഴയ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടേക്ക് എത്തിയതിനു ശേഷം അവൻ നേരെ അവന്റെ വീട്ടിലേക്ക് ചെന്നു. വീടിനകത്തുള്ള സാധനങ്ങളെല്ലാം അവിടെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. അവൻ അതിലേക്കൊന്ന് നോക്കി കഴിഞ്ഞിട്ട് അവന്റെ സ്ഥലമായ ആ ബേസ്മെന്റിലേക്ക് പോവാണ്. അങ്ങനെ അവൻ അങ്ങോട്ട് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജെസ്സി അങ്ങോട്ട് എത്തി. അവൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്താണ് ഡൊണാൾഡ് അങ്ങോട്ട് വരുന്നത്. നിനക്ക് വേണ്ട സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പോവാന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവനെയും വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയത്താണ് ഡഗ്ഗും ഹാർലിയും അങ്ങോട്ട് വരുന്നത്. അവരിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവനെ പിടിച്ചോണ്ട് പോകാനാണ്. അത് മനസ്സിലാവുമ്പോൾ ജെസ്സി അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി.
ഇനി നമ്മൾ ഇവനെ എവിടെയും പൂട്ടിയിട്ടൊരു കാര്യമില്ല. ഇവന് വേണ്ടത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, നമുക്ക് ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകാം എന്നാണ് അവർ പറയുന്നത്. അതിൽ ആ ഒരു കാര്യം ഹാർലി സമ്മതിക്കുന്നില്ല. എന്നാൽ ഡഗ് അതിന് സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ അവനെ കൊണ്ടുപോയാൽ മതി എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഈ സമയത്താണ് അവിടെ ഇങ്ങനെ ഇടി വെട്ടുന്നത്. അത് കണ്ടതും പൗഡർ വേഗം തന്നെ അവിടെയുള്ള ഫീൽഡിലേക്ക് ഇറങ്ങാണ്. എന്നിട്ട് നിർത്താതെ അവിടുന്ന് ഓടാൻ തുടങ്ങി. ബാക്കിയുള്ളവർ അവന്റെ പുറകെ പോകുന്നുണ്ട്. എന്നാൽ അവൻ എവിടെയും നിൽക്കുന്നില്ല. അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവന്റെ ശരീരത്തിലേക്ക് മിന്നലടിക്കുകയാണ്. നല്ല ശക്തമായിട്ടുള്ള മിന്നൽ. അങ്ങനെ കുറെ സമയം മിന്നലടിച്ചു കഴിയുമ്പോൾ അവൻ അവിടുന്ന് അപ്രത്യക്ഷമാവാണ്. അതെ, അവനിപ്പോ അവന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തി. അവൻ അവിടുന്ന് അപ്രത്യക്ഷമായി കഴിയുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും ഒരു എനർജി പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു എനർജി നേരെ പോകുന്നത് ബാക്കിയുള്ളവരുടെ ശരീരത്തിലേക്കാണ്. അത് അവരുടെ ദേഹത്തേക്ക് തട്ടിക്കഴിയുമ്പോൾ അവന്റെ മനസ്സിൽ എന്താണുള്ളത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതെ, അവനിപ്പം അവൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെയാണ് അവന് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നു. ഇതെല്ലാം മനസ്സിലാവുമ്പോൾ വളരെ സന്തോഷത്തോടെ അവരെല്ലാവരും മുകളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.